നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ഇത് മിക്കവാറും നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇതിൻ്റെ പേര് ശംഖും കുപ്പി എന്നാണ്. ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പൊതുവെ പരാമർശിച്ച് കാണാറില്ല. പക്ഷേ സിദ്ധ മർമ്മ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. തലവേദന, സൈനസൈറ്റിസ് അതുപോലുള്ള അസുഖങ്ങൾക്ക് എണ്ണ കാച്ചുമ്പോൾ ഇതിൻ്റെ ഇല കൂടി ചേർക്കാറുണ്ട്. ഇത് നല്ല മണമുള്ള ഇലയാണ്, വെളുത്ത പൂക്കളുണ്ടാകും. ഇത് ഇപ്പോൾ സുലഭമല്ല. മുമ്പൊക്കെ വളരെ സുലഭമായി ലഭിക്കുമായിരുന്നു, ഇപ്പോൾ സുലഭമല്ല. ഇത് കായത്തിരുമേനി, അതായത് സിദ്ധവൈദ്യത്തിലും മർമ്മ ചികിത്സയിലുമുള്ള ഏറ്റവും ശക്തമായ ഒരു ഔഷധമാണ് കായത്തിരുമേനി എണ്ണ. അതിലെ പ്രധാന ചേരുവയാണ് ഈ ശംഖുകുപ്പി. അപ്പോൾ ഇത് സാധാരണയായി നിലവിലുള്ള പിന്നെ പല മരുന്നുകൾ നീറ്റാനും ഇതിൻ്റെ സ്വരസം എടുക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇതിൻ്റെ വേര് ചേർന്ന ചില ഔഷധങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഉപ്പിൻ്റെ അംശം തീരെ ഇല്ലാതായി പോകുന്ന ഏറ്റവും പുതിയ ഒരു രോഗമുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗമാണ്. ആ രോഗത്തിന് ഇതിൻ്റെ വേര് ചേർന്ന കഷായം വളരെ ഫലപ്രദമാണെന്ന് അനുഭവത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ആധുനിക കാലത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. ഇതിൻ്റെ വേര് ചേർന്ന കഷായം. അത് കരിക്കും വെള്ളത്തിലാണ് കഷായം വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കരിക്കും വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഉപ്പ് നഷ്ടപ്പെടുന്നതിനെ തടയുന്നതാണ്. അപ്പോൾ ഈ ലഘു പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.